ബിഗ് ബോസ് സീസൺ 6 9th വീക്ക് ഫസ്റ്റ് ഡേ ലൈവ് വലിയ പ്രതീക്ഷയോടെ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈവാണ്. കാരണം ഗെയിം ചേഞ്ച് ആവും എന്നുള്ള പ്രതീക്ഷ ആളുകൾക്കുണ്ട്. ജാസ്മിൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഗെയിമിനെ നോക്കിക്കാണുന്നു. ഗബ്രിയുടെ അഭാവമുണ്ട്, ജബ്രി കണ്ടന്റുകൾ ഇനിയില്ല. എന്നാലും എല്ലാ ആൾക്കാരും ഇങ്ങനെ ജാസ്മിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടന്റും കണ്ടസ്റ്റൻസും ജാസ്മിൻ്റെ അടുത്ത് നിന്ന് മാറുന്നില്ല. ജിൻഡോ ജാസ്മിനിലേക്ക് മാറി നിന്നിട്ട് കുറേയധികം കണ്ടന്റുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ജിൻഡോയ്ക്ക് പറ്റിയ വേറൊരു എതിരാളിയെ ജിൻഡോ അവിടെ കണ്ടെത്തുന്നില്ല. ബാക്കിയുള്ള ആളുകളെ സീരിയസ് ആയിട്ട് ജിൻഡോ എടുക്കുന്നില്ല. ജിൻഡോയെ നല്ല രീതിയിൽ പ്രഷർ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻറ്റും ജാസ്മിനാണ്. ഈ പ്രായത്തിൻ്റെ ഒരു അന്തരം നോക്കണേ. 23 വയസ്സല്ലേ ജാസ്മിന്. ജിൻഡോയ്ക്ക് നല്ല ഏജ് ഉണ്ട്, വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. ജിൻഡോ അത് എപ്പോഴും പറയുന്നുണ്ട്, തൻ്റെ ഈ ഒരു പ്രായത്തിനിടയിലുള്ള എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പൊങ്കച്ചൻ പറയുന്നുണ്ട്. പക്ഷെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്നുണ്ട്. ജിൻഡോയാണ് അവസാനം വിട്ട് കൊടുക്കേണ്ടി വരുന്നത്. രണ്ടാൾക്കാരുടെ കയ്യിലും ഇഷ്ടം പോലെ പോയിന്റുകളുണ്ട്, അതിനൊരു പഞ്ഞുമില്ല. രണ്ടാൾക്കാരും ചുമ്മാ ബ്ലാബ്ല അല്ല അടിക്കുന്നത്, അവരുടെ കയ്യിൽ പോയിന്റുകളുണ്ട്. ജാസ്മിൻ ഒരു കാര്യം പറയുമ്പോൾ ജിൻഡോ ഒരു കാര്യം പറയും. അത് കഴിഞ്ഞിട്ട് ജിൻഡോ അതിന് മറുപടി പറയുന്ന സമയത്ത് ജാസ്മിൻ രണ്ടെണ്ണം തിരിച്ചു പറയും. ഭയങ്കര ഓർമ്മശക്തിയാണ്. ഇവരിങ്ങനെ മെമ്മറി വെച്ചിട്ടുള്ള കളിയാണ്. മെമ്മറിയിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് കളക്ട് ചെയ്ത് ഇടുകയാണ്. അതേപോലെ രണ്ടാൾക്കും എന്തും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് മടിയൊന്നുമില്ല. പിന്നെ ജിൻഡോ കുറേ നുണ പറയും. നുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി നുണ അടിച്ചിടും അതിൻ്റെ ഇടയ്ക്കൂടെ. പക്ഷെ ആ നുണയുടെ ആവശ്യമില്ലാതെ പറയാനുള്ള പോയിന്റുകൾ ജിൻഡോയിലുണ്ട്. എന്നാലും പുട്ടിന് പേര് പോലെ നുണ പറയുന്ന ഒരു ശീലം പുള്ളിക്ക് ഉണ്ടായിപ്പോയി. അതൊക്കെയാണ് ജാസ്മിൻ്റെ ഗെയിമുകൾ. പിന്നെ ഈ ജിൻഡോ ആൻഡ് ജാസ്മിൻ രണ്ടാൾക്കാരും മികച്ച അഭിനേതാക്കളാണ്. പല സാഹചര്യങ്ങളിലും കുറേയൊക്കെ ഒറിജിനൽ ഉണ്ടാവും, കുറേയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. അതാണ് ഇവരുടെ ഒരു അപ്രോച്ച്. ഇമോഷണൽ രംഗങ്ങളിലൊക്കെ അതിനാടകീയത കൊണ്ടുവരാനായിട്ട് രണ്ടാൾക്കാർ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആ രണ്ടാളുകൾ മികച്ച ഒരു എതിരാളികളായിട്ട് വരുന്ന സമയത്ത് നമ്മൾ മുന്നേ കണ്ടതുപോലുള്ള ഒരു ഗെയിം തന്നെ ആയിരിക്കും ഇനി കാണാൻ പറ്റുന്നത്. ഈ ഗെയിം ചേഞ്ച് എന്നൊക്കെ പറയുന്നത് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഗബ്രിയുടെ അഭാവത്തിലൊന്നുമല്ല. അത് റസ്മിൻ്റെ ഒരു പ്ലേറ്റ് മാറ്റത്തിലാണ് ശരിക്കും ഗെയിം ചേഞ്ച് വരാൻ സാധ്യതയുള്ളത്. ജാസ്മിന് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ് റസ്മിൻ. അപ്പം റസ്മിൻ പ്ലേറ്റ് മാറ്റുന്ന സമയത്ത് റസ്മിനും ജാസ്മിനെ അവിശ്വസിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ ജാസ്മിന് വരുന്ന സമയത്ത് ശരിക്കും അവിടെ ഒരു ഗെയിം ചേഞ്ച് ഉണ്ടാവും. ആരുമില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുന്ന സമയത്ത് കാര്യങ്ങൾ പണ്ടത്തെ പോലെ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള വേദികൾ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് അവിടെ ഒരു ഗെയിം ചേഞ്ച് ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണല്ലോ. ആരെങ്കിലുമൊക്കെ ഗബ്രി ജാസ്മിൻ കോംബോയെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ ഗബ്രി ഉടക്കുന്നു. ജാസ്മിന് ഭയങ്കര ഈസി ഒരു പരിപാടിയുണ്ട്. ജാസ്മിനിലേക്ക് ക്യാമറ വരും, റെക്കോർഡാവും എന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. അപ്പോൾ അവർ റസ്മിനെയായിട്ട് വേറെ എന്തെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കുന്നു. പിന്നെ നമ്മൾ പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റസ്മിൻ ജാസ്മിനെ അവിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും ജാസ്മിൻ ആ ഒരു വേദി നഷ്ടപ്പെടുകയാണ്. വേറെ ഒരാളോടും അത്തരത്തിൽ ആ ഒരു കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഇപ്പം ജാസ്മിൻ ഉൾപ്പെടുന്ന നെക്സ്റ്റ് ടീമിലാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ, സിജോ, ശ്രീരേഖ എന്നിവരാണ്. അപ്പം ഈ സിജോയും ശ്രീരേഖയുമായിട്ടും ജാസ്മിൻ ഈ പറയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല. ശ്രീരേഖയുടെ ഒരു ഗെയിമും പല ആളുകളും ഇപ്പോൾ വലിയ പ്രശ്നമായിട്ട് നോക്കിക്കാണുന്ന ഒരു ഗെയിമാണ്. റസ്മിനൊക്കെ പറയുന്നുണ്ട് അഭിനയമാണ്, അൻസിബ പണ്ടേ പറയുന്നുണ്ട് അഭിനയമാണ് എന്നുള്ളത്. പ്രേക്ഷകർക്കും അതിലെ അഭിനയത്തെക്കുറിച്ചിട്ട് നന്നായിട്ട് അറിയാവുന്നതാണ്. ഇവിടെ നമ്മുടെ ജിൻഡോ ജാസ്മിനോട് പറയുന്ന ഒരു സംഗതിയുണ്ട്, നീ കാരണമാണ് ഗബ്രി പുറത്തേക്ക് പോയത്, നീയാണ് എല്ലാത്തിനും കാരണം. അപ്പം ജാസ്മിൻ തിരിച്ചു പറയുന്ന ഒരു സാധനമാണ് നമ്മൾ പ്രൊമോയിൽ കേട്ടത്, അത് എൻ്റെ മെടുക്ക്, എൻ്റെ ഗെയിമാണ്. അത് ശരിക്കും ആ ഒരു വഴക്കിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. ഇപ്പം ഗബ്രി ജാസ്മിന് കാരണമാണ് പുറത്തേക്ക് പോയത് എന്നുണ്ടെങ്കിൽ അത് അത്ര അധികം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് മറ്റുള്ള ഗെയിമേഴ്സിന് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ഗെയിമറായിട്ടും ഗബ്രിയെ പുറത്താക്കാനായിട്ടുള്ള ഒരു കാരണമായി തോന്നിയത് ജാസ്മിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് എന്ന് പറയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗബ്രിയിലെ ഒരു ഗെയിമറെ കുറിച്ചിട്ട് നമ്മൾ മുന്നേ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഒരു മികച്ച ഗെയിമറാണ് എന്നുള്ളത് പല പ്രേക്ഷകർക്കും അറിയാം. അപ്പോൾ ജാസ്മിനുമായിട്ട് കൂട്ടുകൂടി എന്നും പറഞ്ഞിട്ട് ഗബ്രിയെ പുറത്താക്കുന്ന തരത്തിലേക്കുള്ള ഒരു മെൻറ്റാലിറ്റി അത്രയധികം നമുക്ക് അഭിമാനത്തോടെ പറയാൻ വരുന്ന ഒരു മെൻറ്റാലിറ്റി അല്ല. അതൊരു മാനസിക വൈകൃതമല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രണ്ട് ഗെയിമേഴ്സ് അവർ തമ്മിൽ എന്തോ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരിൽ ഒരാളെ പുറത്താക്കാൻ വേണ്ടി മെനക്കെട്ട് പ്രേക്ഷകർ ഇറങ്ങുന്നു. ശരിക്കും ആ ഒരു ഗെയിമിന്റെ രസം കളയുന്ന ഒരു പരിപാടിയല്ല ഒരു മെനക്കെട്ട് ഇറങ്ങലെന്ന് പറയുന്നത്. അതെങ്ങനെയാണ് എല്ലാ ആൾക്കാരും അഫക്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ ആദ്യ ഘട്ടങ്ങളിൽ നമുക്ക് പറയാം, കപട സദാചാരവാദികൾക്ക് മറ്റേ കൈപിടുത്തവും കെട്ടിപ്പിടുത്തവും ഒന്നും പറ്റാത്തത് കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ ആദ്യ ഘട്ടത്തിൽ പറയാമായിരുന്നു. ഈ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? കാരണം അവരുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇരുന്നു. വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷം വേറെ ഒരു രീതിയിലാണ് അവരതിനെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോഴും ഗബ്രിക്കെതിരെ ആ ഒരു ഹെയ്റ്റ് നിലനിർത്തുന്നത് ജാസ്മിന്റെ സാന്നിധ്യം കൊണ്ടാണ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഗെയിം സ്പിരിറ്റ് ഉള്ള പ്രേക്ഷകർക്ക് ചേർന്ന ഒരു പരിപാടിയല്ല. ജാസ്മിനെ ഒന്നും തളർത്താൻ വേണ്ടിയാണ് ജിൻഡോ അങ്ങനെ പറയുന്നത്. ജാസ്മിൻ മാത്രമാണോ കാരണക്കാരി ഗബ്രി പുറത്തു പോകാൻ? അല്ല, അത് ഗബ്രിയുടെ ചില സമീപനങ്ങളിലെ പ്രശ്നമാണ്.
ഗബ്രി വളരെ മോശമായിട്ട് ചില സാഹചര്യങ്ങളിൽ സംസാരിക്കുന്നു. അതേപോലെ തന്നെ ഗബ്രി ഒരു മനുഷ്യത്വം ഇല്ലാതെ എല്ലാ ആൾക്കാരോടും പെരുമാറുന്നു. ഈവൻ ജാസ്മിനെ പോലും മാനിപ്പുലേറ്റ് ചെയ്യുന്ന സ്വഭാവം ഗബ്രിയിൽ പല ആളുകളും കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു കാരണമാണ് ഗബ്രിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വോട്ടിംഗ് പരിപാടി വരാത്തതിന്. പിന്നെ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ഒറ്റ എലമെന്റിനെ എടുത്തു വെച്ച് ഗബ്രിയിലെയും ജാസ്മിനിലെയും ഒരു ഗെയിമർ അംഗീകരിക്കാതിരിക്കുന്ന ആളുകളല്ല എല്ലാ ഓഡിയൻസും. അത് ഗബ്രിയുടെ ഗെയിം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. ഇതൊക്കെയാണ് ലൈവിൽ കണ്ട സംഭവങ്ങൾ. ജാസ്മിൻ ആസ് യൂഷ്വൽ മറ്റേ സ്ഥിരം ഗെയിം തന്നെ കളിക്കാനേ സാധ്യതയുള്ളൂ. അതിപ്പോൾ ഗബ്രി ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എങ്ങനെയാണ് ഗെയിം വരുന്ന സമയത്ത് ജാസ്മിൻ ആക്റ്റീവ് ആവും, അല്ലാത്ത സമയത്ത് കുറേ ഇമോഷൻസും കുറേ കരച്ചിലും പിടിച്ചിലും മൂക്കേറ്റിലും ആയിട്ട് ഇരിക്കും. അതിപ്പോൾ ആരെങ്കിലും കിട്ടും. ഇപ്പോൾ റസ്മി ഇല്ലെങ്കിൽ വേറെ ഒരാളോട്, കിട്ടുന്ന ഒരാളോട് എന്തെങ്കിലുമൊക്കെ പറയും. അതേപോലെ തന്നെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വേറെ ഒരു രീതിയിൽ എവിടെയെങ്കിലും മൂലക്കിരുന്ന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. വലിയ കാര്യമായിട്ടുള്ള ചേഞ്ച് ആ ഒരു ഏരിയയിൽ വരാൻ സാധ്യതയില്ല. പിന്നെ നമുക്കിനി പ്രതീക്ഷയുള്ളത് ചലഞ്ചേഴ്സിൻ്റെ കാര്യത്തിലാണ്. ചലഞ്ചേഴ്സ് നല്ല കിടിലൻ ചലഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ സ്ട്രോങ് ആയിട്ടുള്ള ഗെയിമേഴ്സിനെ ടാർഗറ്റ് ചെയ്യും. അവർ ജിൻഡോയും ജാസ്മിനെയും ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം മാറും. പിന്നെ കുറേയധികം ആളുകൾ വാഴകൾ എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് എതിരെയുള്ള ഒരു ഗെയിമും കൂടെ വരുമ്പോഴത്തേന് ചേഞ്ച് ആവും. അല്ലാതെ ഈ ഗബ്രിയുടെ ഒരു അഭാവം തന്നെ ഗെയിമിൽ പ്രകടമാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം പറയാൻ ആഗ്രഹമുണ്ട്. നന്ദി.